ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ബാഴ്സലോണയിൽ പസൈ ദ ഗ്രാസിയ എന്ന് പറയുന്ന സ്ഥലമാണ്. ബാഴ്സലോണയിൽ തന്നെ പല പല സ്ഥലങ്ങളുണ്ട്. ഈ സൈക്കിളുണ്ട് ഇവിടെ. കോമൺ ആയിട്ടുള്ള സൈക്കിൾ നമുക്ക് കാർഡ് വെച്ചും നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സൈക്കിൾ യൂസ് ചെയ്യാൻ നമ്മുടെ തുച്ഛമായ പൈസ ആവുന്നുള്ളൂ. അപ്പോൾ ഇത് ബാഴ്സലോണയിലെ പല സ്ഥലങ്ങൾ, പസൈ ദ ഗ്രാസിയ, ബാഴ്സലോണ സാൻസ്, പ്ലാസ കത്തലൂഞ്ഞിയ, ഇതൊക്കെ നമ്മുടെ സെൻട്രായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ തണുപ്പൊക്കെ മാറി വരുന്നത് കൊണ്ട് ജനങ്ങളിപ്പോൾ ഒത്തിരി ടൂറിസ്റ്റ് വളരെ കൂടുതലായിട്ട് ബാഴ്സലോണ, നമുക്കറിയാം വേൾഡിൽ തന്നെ അറിയപ്പെടുന്നൊരു സ്ഥലമാണ് ബാഴ്സലോണ. സ്പെയിൻ എന്ന് പറയുമ്പോൾ രണ്ട് സ്ഥലങ്ങളാണ് മെയിനായിട്ട്, ഒന്ന് മാഡ്രിഡ്, പിന്നെ ബാഴ്സലോണ. ഈ രണ്ട് സ്ഥലങ്ങളും ടൂറിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ പ്രശസ്തമാണ്. നമുക്കറിയാവുന്നതാണ്. ഇവിടെ സഗ്രദ ഫാമിലി ഉണ്ട്, നമ്മുടെ വീഡിയോയിലില്ല, പല യൂട്യൂബിലൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളൂ. സഗ്രദ ഫാമിലിയ വൺ ഓഫ് ദ 125 വർഷത്തോളമായിട്ടും ആ പള്ളിയുടെ പണി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മീൻസ് അത്ര പെർഫെക്ഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന പള്ളിയാണത്. ഇത് ട്രാം നമ്മുടെ യൂറോപ്പിലുള്ള എല്ലാ രാജ്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ സ്പീഡ് അധികം ഉണ്ടാവില്ല, അങ്ങനെ പോകുന്ന റോഡിനോടൊക്കെ തന്നെ ചേർന്ന്. നമ്മുടെ കേരളത്തിൽ, ഐ തിങ്ക് ഇന്ത്യയിൽ തന്നെ ഇത് വരുവാൻ പോകുന്ന ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ കേട്ടിരുന്നു. വളരെ നല്ല കാര്യം.
സൗകര്യങ്ങളുണ്ട്. ഒരു ട്രെയിനിൻ്റെ മോഡൽ തന്നെ ഇങ്ങനെ കാമായിട്ട് പോകുന്ന ഒരു ഇതാണ്. ട്രെയിനെല്ലാം മെട്രോയുടെ ഫെസിലിറ്റീസ് തന്നെയുള്ളതാണ്. മീൻസ് റോഡിനോട് സമാന്തരമായിട്ടുള്ള ഇതാണ്, ട്രാക്കാണ് ഇതിനുള്ളത്. മിക്ക രാജ്യങ്ങളും നമുക്ക് യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും അത് കാണാൻ സാധിക്കും. നമ്മുടെ മെട്രോ എന്ന് പറയുന്നത് നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളത്തിൽ നമുക്ക് കൊച്ചിയിൽ മാത്രം മെട്രോ വന്നിട്ടുള്ളൂ. പക്ഷേ ഇവിടെ മെട്രോ എന്ന് പറയുമ്പോൾ അണ്ടർഗ്രൗണ്ടാണ് എല്ലാം. നമ്മുടെ കേരളത്തിൽ നിന്ന് കാണുന്ന തൂണിൽ നമ്മുടെ റോഡിലേക്ക് മുകളിലൂടെ ആ ഒരു ആകാശ കാഴ്ച പോലെ നമുക്ക് കാണുന്നതാണ് നമ്മുടെ നാട്ടിലെ മെട്രോ. പക്ഷേ ഇവിടുത്തെ മെട്രോ എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ടാണ്. നമുക്ക് വേണ്ടി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് കോമൺ സെൻസ് ഔട്ട്സൈഡിൽ നിന്ന് കാണാൻ പറ്റില്ല. നമുക്ക് അണ്ടർഗ്രൗണ്ടാണ്, എല്ലാം വെൽ സെറ്റിൽഡാണ്. നമ്മുടെ നീറ്റ്നെസ്സിനാരും നമുക്ക് പറയണ്ടല്ലോ. യാചകരെല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇവിടുത്തെ യാചകർ എന്ന് പറയുന്നത് അവർക്ക് നിങ്ങൾ കഴിവുണ്ട്. മീൻസ് നിങ്ങൾ ഗിത്താർ വായിക്കുക. ഇപ്പോൾ അദ്ദേഹം ഗിത്താർ വായിക്കുകയാണ്. ആക്ച്വലി പാവപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹം. ഇത് ഗിത്താർ അത് വായിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ പോകുന്നവർ എന്തെങ്കിലും ഒരു സെൻറ്റിംസ് മീൻസ് €1 കൊടുക്കുന്നവരുണ്ടാവും. €1 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 80-90 രൂപ വരും. സെൻറ്റിംസ് എന്നാണ് പറഞ്ഞത്, ചില്ലറ സെൻറ്റിംസ് അത് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ യാചകർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള റെഫ്യൂജി മറ്റു രാജ്യങ്ങൾ വന്നവരൊക്കെ മെട്രോൻ്റെ അകത്തും ട്രെയിനിൻ്റെ അകത്തും ഒക്കെ ഭിക്ഷ അയച്ചുകൊണ്ട് കുറേ വരും. എനിവേ, ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇത് മെട്രോയുടെ അകത്ത് തന്നെ വേറെ സ്റ്റേഷനാണ്. അപ്പോൾ ലൈനിൻ്റെ പ്രവർത്തിക്കുന്നുണ്ടോ അന്നവരൊക്കെ ആ ലൈനിൻ്റെ ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാലാവസ്ഥ മാറി. പ്രിമവേര മീൻസ് വസന്തകാലമാണിപ്പോൾ. പൂക്കളൊക്കെ പാർക്കിലൊക്കെ പൂക്കളൊക്കെ ആയി. ഇപ്പോൾ എല്ലായിടത്തും മനോഹരമായ കാഴ്ചയാണിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും പുറത്തേക്ക് വരും കുട്ടികളൊക്കെ ആയിട്ടൊക്കെ പാർക്കിലും ഒക്കെ പോകുന്ന ഒരു സമയമാണ്. ഇനി പയ്യെ ക്ലൈമറ്റ് മാറി ചൂടിലേക്കും വരും.